ഇപ്പൊ നോക്കിയേ കിട്ടണ്ടോന്ന്. ഇപ്പൊ ശരിയായോ? ഇല്ല, ഇനിയും തിരിക്കണമല്ലോ. നീ കാണാനായില്ലേ ചേച്ചി? ആന്റിനയുടെ പൊസിഷൻ ശരിയാവട്ടെ. ഒന്നും കാണില്ല വലിയേട്ടാ. ഇത്രയും വിലയുള്ളൊരു സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെയായാലോ? മാറ്റി കൊണ്ടുവരണോ? വലത്തോട്ട് തിരിക്കാൻ പറ. വലത്തോട്ട് തിരിക്കാൻ. ഇത് കൊറേ നേരമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ നോക്ക്. ത്രിലോകനാഥ പ്രഭു, ഏത് ലോകത്തിലാണ് ഇപ്പോഴുള്ളത്? അമ്മേ, അച്ഛമ്മേ, ശ്രീകൃഷ്ണൻ സീരിയല്. ദേവി എന്തോ പറഞ്ഞു. പറഞ്ഞു വന്നാൽ ഇതൊരു അപേക്ഷയാണ്. ലോകങ്ങളിലെല്ലാം നോക്കണേ മഹാഭാഗ്യം. ഈ സമയത്ത് കൃഷ്ണനെ തന്നെ കണ്ടു. കണ്ടു അല്ലേട്ടാ ശ്രീകൃഷ്ണൻ. കണ്ടോ? കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. അദ്ദേഹം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ വാക്കിന് എന്ത് മഹത്വമാണുള്ളത് ദേവി. അദ്ദേഹം വലിയ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞ വേദവാക്യവും. എനിക്ക് അദ്ദേഹത്തെ എതിർക്കുവാനുള്ള സാഹസികത എങ്ങനെയുണ്ടാവും? അദ്ദേഹം ആജ്ഞ നൽകുകയാണ്. യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യുമോ? തീർച്ചയായും യുദ്ധം ചെയ്യും. എല്ലാം ശരിയായെന്ന് മൊയ്തീനിക്കോട് പറഞ്ഞു. അങ്ങ് വലിയ ജ്യേഷ്ഠനെ ഇത്രയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അന്നീ പാവങ്ങൾക്ക് ആശ്വാസം എന്തിനാണ് നൽകിയത്? അവരുടെ വിവാഹം നടക്കുമെന്ന് വാഗ്ദാനം നൽകിയെന്നത് ശരി. സന്തോഷായില്ലേ മോക്ക്? അവരുടെ വിവാഹം നടക്കുമെന്ന്. പപ്പ നോക്കിയേ, ആരൊക്കെ കൺമുന്നിലെന്ന്. അതെ അതെ, ഇതൊക്കെ ഒരു ആവശ്യം തന്നെയല്ലേ പേട്ട? സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ വീട്ടിലുള്ള എല്ലാവരും ഇതിൽ നോക്കിയിരുന്ന നേരത്തിനൊരു കടുങ്കാപ്പി കിട്ടാണ്ടാവും. നോക്കിയിരിക്കും തോറും മനുഷ്യനെ മടി പിടിപ്പിക്കുന്ന ഒരു പെട്ടിയാണേ. ആർക്കും എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല പപ്പേട്ട, ശിവൻ വടക്കേടത്തുനിന്ന് ഒരുപാട് ചോറുണ്ടിട്ടുള്ള ശിവൻകുട്ടി, നെല്ലിപ്പറമ്പത്തെ. എന്റെ ഗുരുവായൂരപ്പ. നെല്ലിപ്പറമ്പത്തെ ഏതൊരു ശിവൻകുട്ടി അത്രേ. അച്ഛമ്മയ്ക്ക് അറിയോ ആരാന്ന്? നെല്ലിപ്പറമ്പത്തെ ശിവൻകുട്ടി അറിയോ? പുഴയെ ചാടി മരിച്ച രാവുണ്യാരുടെയും ശാരദയുടെയും മോനോ? നാടാകെ മാറിയിരിക്കുന്നു. പക്ഷേ വടക്കേടത്ത് തറവാടും പരിസരവും ഇന്നും അതുപോലെ. ഈ ഉമ്മറത്ത് അച്ഛന്റെ ഒരു കുറവ് മാത്രം. അങ്ങാടിയിലോ കടവത്തോ കാണുമ്പോ കയ്യും പിടിച്ചോണ്ട് വരുമായിരുന്നു വടക്കേടത്തേക്ക്. വല്ലപ്പോഴും വയറ് നിറഞ്ഞിരുന്നത് അപ്പോഴാ. നാട് വിട്ട് ഓടിപ്പോയ ദിവസം ആൽത്തറയുടെ അവിടെ കണ്ടപ്പോ പറഞ്ഞെങ്കിലും ഒന്ന് തോന്നിയതാ. പറഞ്ഞാ വിടില്ല. പറഞ്ഞില്ല. പപ്പേട്ട, ഇനിയുള്ള കാലം ഇവിടെയൊക്കെ തന്നെ കഴിയണമെന്ന് ചില ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരും ഇല്ലാത്തോനാ. ഒരു കണ്ണ് വേണേ, ഒരു ഏട്ടന്റെ കണ്ണ്. ദൈവം സഹായിച്ചിട്ട് നല്ലോണം ഇരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് വേദനിച്ച് മരിച്ച അച്ഛനമ്മമാര് ചെയ്ത സുഹൃതെന്ന് കരുതിക്കൊള്ളുക.
അമ്മേ ഇനി ഞങ്ങളുടെ എപ്പോഴും ഒരു പിടി അരി ശിവൻകുട്ടിക്കും കൂടി കരുതിക്കോളൂ കേട്ടോ. വരട്ടെ. അപ്പേട്ടാ ഓ. ശശി നീ എന്റെ ഓഫീസിലേക്കൊക്കെ ഒന്ന് വാ. പപ്പേട്ടാ